Hi everyone, welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ തംബ്നെയിൽ കണ്ടപോലെ തന്നെ വെള്ള കടല വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം അല്ലെങ്കിൽ ഒരു 4 മണി ചായക്കടിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ 2 ഗ്ലാസ് കടല പൊതിർത്തി വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി പൊതിർത്തി വെച്ചതാണ്. അപ്പോൾ ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ കടല പൊതിർത്തി വെക്കാം. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പം ഒരു മീഡിയം സൈസ് ഉള്ളി, ഒരു 4-5 വെളുത്തുള്ളി അല്ലി, ഒരു പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടിയും കുറച്ചും എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് കുരുമുളകിന്റെ പൊടിയാണ്, അതും മാറ്റി വെക്കുക. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ 4 മണി പലഹാരം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് എല്ലാം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കടലിന്റെ വെള്ളം ഉണ്ടാവില്ല, അത് നന്നായിട്ട് ഊറ്റിയെടുത്ത് ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി വെക്കുക. അങ്ങനെ എല്ലാം അതുപോലെ തന്നെ ചെയ്യുക. ഇത് ഒരു പ്രാവശ്യം അരക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രാവശ്യമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മുടെ 2 ഗ്ലാസ് കടല ഇതിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇത്രത്തോളമാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പച്ചമുളക്, ഞാനിവിടെ ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം ഇത് കുറച്ച് എരിവുള്ള പച്ചമുളകാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് പച്ചമുളക് എടുക്കുക. 1-2 എരിവില്ലാത്തതാണെങ്കിൽ 1-2 എടുത്ത് ഇടാം കേട്ടോ. അപ്പം ബാക്കിയുള്ള നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ലോണം അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ രീതിക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ ഉള്ളി ചേർത്ത് കൊടുക്കാത്തത് വെള്ളം ഇറങ്ങുന്നതുകൊണ്ടാണ്. നന്നായിട്ട് വെള്ളം ഇറങ്ങുമല്ലോ ഉള്ളി ചേർത്ത് കൊടുത്താൽ ഫസ്റ്റ് തന്നെ, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് അതിലേക്ക് തന്നെ ഉള്ളി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൽ നമുക്കൊന്ന് മിക്സ് ആക്കിയാൽ മതി, ഒന്ന് കുഴച്ചെടുത്താൽ മതി എല്ലാം കൂടി. ഞാനിവിടെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ തന്നെ ഇടുന്നതാണ് കേട്ടോ. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കടല അരച്ചെടുത്തതിന് ശേഷം അങ്ങനെ ഇട്ടാൽ മതി. പിന്നെ ആവശ്യമായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ലോണം അരഞ്ഞു പോവണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് നമ്മളെ മിക്സ് മാറ്റി വെക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് കടലപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് കടലപ്പൊടി ഉള്ളതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തത്. ഇപ്പം രണ്ടും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് പരത്തി ഒന്ന് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ പരിപ്പുവടയുടെ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമുക്ക് കോരി എടുക്കാം കേട്ടോ. ഞാൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോ എടുത്തതാണ്, പക്ഷെ മിക്സായിപ്പോയി. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുട്ടി കുട്ടി പരിപ്പുവടയുടെ ഷേപ്പിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടലവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.